Hi, this is Uttara, actor, model, singer, dancer and director. Basically just keeping baby steps and everything. എൻ്റെ ഫസ്റ്റ് ഫിലിം എടവപ്പാതി റിലീസിന് റെഡി ആയിട്ടിരിക്കുകയാണ്. അതിൻ്റെ വിശേഷങ്ങൾ സംസാരിക്കാനാണ് ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത്. ലെനിൻ സാറിനെ പോലൊരാളുടെ ഒരു ഫിലിമിലൂടെ ഒരു എൻട്രി കിട്ടണം എന്ന് എപ്പോഴും ആഗ്രഹം ഉണ്ടായിരുന്നു. അതും ഈ ഫിലിമിൽ തന്നെ ഈ ഗ്യാപ്പിന് ശേഷം ഞാൻ 2 സ്റ്റേജസും കണ്ടു. ബിഫോർ ഷീ ഫെൽ ഇൽ ആൻഡ് ആഫ്റ്റർ ഷീ റിക്കവേർഡ്. ചേച്ചി എന്ന് എന്താണോ അത് അമ്മ കാരനാണ്. അതിൽ ചെന്നപ്പോഴാണ് ഡബിൾ റോൾസ് ആണ്, വാസുദത്തയുടെ സ്റ്റോറിയാണ്, അതിൻ്റെ ഡീറ്റെയിൽസ് കൂടുതലും മനസ്സിലാക്കുന്നത്. പറഞ്ഞാൽ ഒരിക്കലും ഞാനൊരു പ്രൊഫഷണൽ സിംഗർ അല്ല. എന്നോട് പാടാൻ പറഞ്ഞ പോലെ എനിക്കിപ്പോഴും ഭയങ്കര പേടിയാണ്. യെസ്, 2015 വാസ് എ റിയലി ഗുഡ് ഇയർ. എൻ്റെ കോളേജിൻ്റെ അവസാന വർഷമായിരുന്നു, MA ഫിനിഷ് ചെയ്യുന്ന ടൈമായിരുന്നു. ഒരു ഷോർട്ട് ഫിലിം സ്വന്തമായിട്ട് ഡയറക്റ്റ് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ദാറ്റ്സ് ഹൗ ഐ കെയിം അപ്പ് വിത്ത് രണ്ടാം വരവ്. ഒരു 5 മിനിറ്റ്സിൻ്റെ ചെറിയ ഷോർട്ട് സ്റ്റോറിയാണ്, ഒരു ഹൊറർ ടച്ചുള്ള ഫിലിമാണ്. കുട്ടിക്കാലം തൊട്ടേ ഹൊറർ ഫിലിംസ് കണ്ടു വളർന്നുകൊണ്ടായിരിക്കും അങ്ങനത്തെ ഒരു സബ്ജക്റ്റിനോട് ഒരു താല്പര്യം ഉണ്ടായിരുന്നത്. പിന്നെ പാതിരാപ്പൊൻ തേരിൽ എന്ന് പറഞ്ഞൊരു മ്യൂസിക് ആൽബം ഡയറക്റ്റ് ചെയ്ത് പാടി അഭിനയിക്കാൻ പറ്റി. ലെനിൻ സാറിനെ പോലൊരാളുടെ ഒരു ഫിലിമിലൂടെ ഒരു എൻട്രി കിട്ടണം എന്ന് എപ്പോഴും ആഗ്രഹം ഉണ്ടായിരുന്നു. ചേച്ചി മഴയിൽ ചെയ്ത പോലെ ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യാൻ എന്തെങ്കിലും പറ്റണം എന്നുണ്ടായിരുന്നു. അങ്ങനെ വിചാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ശരിക്കും ഒട്ടും പ്രതീക്ഷിക്കാണ്ട് ലെനിൻ സാറിൻ്റെ കോള് വന്നു ഒരു ദിവസം. എടവപ്പാതി എന്ന് പറഞ്ഞ ഫിലിം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്, ഒത്തിരിക്ക് താല്പര്യം ഉണ്ടോ എന്ന് വെച്ചിട്ട്. പക്ഷെ സാറിനെ പോയി കണ്ടപ്പോൾ പറഞ്ഞു, അയ്യോ ഇത്ര ചെറിയ കുട്ടിയാണെന്ന് അറിഞ്ഞില്ല, എനിക്ക് കുറേ കൂടെ മെച്ചുവേർഡ് ആയിട്ടുള്ളൊരു കുട്ടിയാണ് വേണ്ടത് ഈ റോളിനെന്ന് പറഞ്ഞു. പിന്നെ ഷൂട്ടിംഗ് തുടങ്ങി, പേപ്പേഴ്സിലൊക്കെ വായിച്ചു മനീഷ മാം ആണ് അതിൽ അഭിനയിക്കുന്നത് എന്നൊക്കെ. പിന്നെ പെട്ടെന്നൊരു ദിവസം പിന്നെയും അപ്രതീക്ഷിതമായിട്ടാണ് ലെനിൻ സാർ രണ്ടാമത് തന്നെ വിളിച്ചു. ഇപ്പൊ തന്നെ സെറ്റിലേക്ക് എത്തണം എന്ന് പറഞ്ഞു. ഉത്തര തന്നെയാണ് കൺഫേം ചെയ്തിരിക്കുന്നത് ഹീറോയിൻ ആയിട്ടെന്ന്. അതിൽ ചെന്നപ്പോഴാണ് ഡബിൾ റോൾസ് ആണ്, വാസുദത്തയുടെ സ്റ്റോറിയാണ്, അതിന്റെ ഡീറ്റെയിൽസ് കൂടുതലും മനസ്സിലാക്കുന്നത്. ഈ പോക്കിരി പെണ്ണിന്റെ പേരെന്താ ചോദിക്കാത്ത? വാസുദത്ത. എടവപ്പാതിയുടെ ഷൂട്ടിന്റെ സമയത്തായാലും എപ്പോഴും ഞാനിങ്ങനെ വാച്ച് ചെയ്യാറുണ്ടായിരുന്നു, ഷോർട്സ് പ്ലാൻ ചെയ്യുന്നതും. ലെനിൻ സാറിന്റെ അടുത്ത് സംസാരിക്കുമ്പോഴൊക്കെ ഇങ്ങനെ ചെറിയ ഡൗട്ട്സ് ഒക്കെ ചോദിക്കാറുണ്ടായിരുന്നു. ചിലപ്പോഴൊക്കെ എല്ലാവരും കളിയാക്കും, എന്തിനാവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചോദിക്കണത്, അഭിനയിച്ചിട്ട് പോയാൽ പോരെ എന്നൊക്കെ ചോദിക്കും. പക്ഷെ ലെനിൻ സാർ അത് നല്ലപോലെ നോട്ട് ചെയ്തിരുന്നു, എനിക്ക് ആ ഇൻട്രസ്റ്റ് ഉള്ളതും ആ പാഷൻ ഉള്ളതും. അപ്പോൾ ഒരു ഇൻ്റർവ്യൂവിൽ ഒരു തവണ ലെനിൻ സാറ് പറഞ്ഞിരുന്നു, ഉത്തര സാധാരണ കുട്ടികളെ പോലെയല്ല, എല്ലാം ഒരു ഷോട്ട് കഴിഞ്ഞിരുന്നു കഴിഞ്ഞാൽ അടുത്ത മേക്കപ്പിനെ കുറിച്ചും കോസ്റ്റ്യൂമിനെ കുറിച്ചും ആയിരിക്കും സാധാരണ നായികന്മാർ ഡിസ്കസ് ചെയ്യുക. പക്ഷെ ഉത്തര എപ്പോഴും നെക്സ്റ്റ് ഷോട്ട് എന്താ, നെക്സ്റ്റ് സീൻ എങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത് എന്നുള്ളത് നല്ലപോലെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന്. അപ്പം സാർ അത് ശ്രദ്ധിച്ചു എന്നുള്ളത് എനിക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്യാൻ ചെയ്തിട്ടുണ്ടത്. വിപ്ലവം അത് നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതല്ല. പൊതുവെ ലെനിൻ സാറിന്റെ ഫിലിംസ് വളരെ ടൈം എടുത്ത് ഷൂട്ട് ചെയ്യുന്ന സബ്ജക്ട്സ് ആണ്, കുറെ കാലം കൊണ്ട് തീർക്കുന്ന ഫിലിംസ് ആണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾക്ക് തീരെ എക്സ്പെക്ട് ചെയ്യാണ്ട് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായി ഈ ഫിലിമിൻ്റെ ഇടയിൽ. പ്രൊഡക്ഷൻ വൈസ് ആയാലും ആക്ടേഴ്സിൻ്റെ പല കണ്ടീഷൻസ് കൊണ്ടും ഒരുപാട് ഡിലേ വന്നൊരു ഫിലിമാണ്. അതിൻ്റെ നടുക്ക് വെച്ച് പലരും പറഞ്ഞിരുന്നു, നിന്നുപോയോ ഫിലിം, ഇനി തുടങ്ങാൻ വഴിയില്ല എന്നൊക്കെ. പക്ഷെ എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്, എൻ്റെ ഒരു പ്രാർത്ഥന കൊണ്ട് മാത്രമാണ് ആ ഫിലിം കംപ്ലീറ്റ് ആയതെന്നും. എപ്പോഴും എനിക്ക് ഇന്നല്ലെങ്കിൽ നാളെ അത് പിന്നെയും സ്റ്റാർട്ട് ചെയ്യും. എൻ്റെ ഫസ്റ്റ് പ്രോജക്റ്റാണ്, അപ്പോൾ മലയാളത്തിലത്തെ ഫസ്റ്റ് പ്രോജക്റ്റാണ്. അപ്പോൾ എന്തൊക്കെയായാലും അത് ഇന്നല്ലെങ്കിൽ നാളെ എന്തായാലും സ്റ്റാർട്ട് ചെയ്യുമെന്ന് തന്നെ ഞാൻ വിശ്വസിച്ചിരുന്നു. അതുപോലെ തന്നെ അത് പിന്നെയും സ്റ്റാർട്ട് ചെയ്തു, തീർന്നു. സോ അതിൻ്റെ ഒരുപാട് സന്തോഷമുണ്ട്. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റോറി ലൈനാണ്. എനിക്ക് തോന്നുന്നു ലെനിൻ സാറിന് മാത്രമേ ഇത്രയും ഡിഫറെൻ്റ് ആയിട്ട് ചിന്തിക്കാൻ പറ്റുള്ളൂ. 2 പാരലൽ സ്റ്റോറീസാണ് സെയിം ടൈം പോകുന്നത്. മോഡേൺ വേർഷനിൽ ഒരു ബുദ്ധിസം പഠിക്കാൻ വരുന്ന ഒരു പെൺകുട്ടിയും ഒരു ബുദ്ധിസ്റ്റ് മോങ്കിനോട് തോന്നുന്നൊരു അഫെക്ഷനും തമ്മിലുള്ള ഒരു ലവ് സ്റ്റോറിയാണ്. അതാണ് റിയാലിറ്റി. പക്ഷെ ആ കുട്ടിയുടെ ഒരു ഇമാജിനേഷനായിട്ട് ഒരു പഴയ കാലത്തെ വാസുദത്തയ്ക്ക് ഉപഗുപ്തനോട് തോന്നുന്ന ഒരു പ്രണയം അതിൻ്റെ ഒരു പാരലൽ സ്റ്റോറി ആയിട്ട് പോകുന്നുണ്ട്.
പിന്നെ എനിക്ക് തോന്നുന്നു പലരും ചിന്തിക്കാത്തൊരു വേറൊരു ബേസ് ലൈൻ ഇതിൽ കിടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബൈലക്കൂപ്പയില് ഒരുപാട് സന്യാസിമാർക്ക് അവിടുത്തെ സന്യാസിമാർക്ക് അവർ സന്യാസം സ്വീകരിച്ച് അവിടെ തന്നെ ജനിച്ച് വളർന്ന ആൾക്കാരാണ്. സോ വൺസ് ദേ ഗിവ് അപ്പ് that and when they go out of their country അവർക്ക് അവരുടെ പുറത്തേക്ക് കടക്കാനും അവരുടെ സ്വന്തം നാട്ടിലേക്ക് പോകാനുമുള്ള ഒരു അവകാശം ഇല്ലാണ്ട് വരികയാണ്. അവർക്ക് ഒരു സ്വന്തം നാടിൻ്റെയോ ഇന്ത്യയുടെയോ സിറ്റിസൺഷിപ്പ് ഇല്ല. സോ അവർക്ക് അവരുടെ സ്വന്തം ടിബറ്റിലേക്ക് കടക്കാൻ പോലുള്ള അവകാശമില്ല. അപ്പോൾ ആ സന്യാസം വിട്ട് അവർ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് സ്വന്തമായിട്ടൊരു ഐഡന്റിറ്റി തന്നെ ഇല്ലാത്ത പോലത്തെ ഒരു അവസ്ഥയാണ്. അതാണ് അതിൻ്റെ ബേസിക് സ്റ്റോറി വരുന്നത്. ഈ ലവ് സ്റ്റോറി അതിനോട് ചേർന്ന് പാരലായിട്ട് പോകുന്നു. സാറിന്റെ സിനിമകൾക്ക് പൊതുവെ പല സീസൺസിന്റെ പേരുകളാണ് വരാറുള്ളത്. മഴ, വേനൽ മഴ, എടവപ്പാതി, മകരമഞ്ഞ്, എല്ലാം സീസൺസിന്റെ പേരുകളാണ്. അപ്പൊ എന്താണെന്ന് സാറിന്റെ അടുത്ത് ചോദിച്ചപ്പോൾ സാറ് ചിരിക്കല്ലാണ്ട് വേറൊന്നും പറഞ്ഞു തന്നില്ല. പിന്നെ ഈ എടവപ്പാതി എന്നുള്ള പേര് കേട്ടപ്പോൾ നമ്മളെല്ലാവരും വിചാരിച്ചു ഇതിൽ കുറെ മഴയുണ്ടാവും, മഴ നനഞ്ഞ പാട്ടുകൾ ഉണ്ടാവും എന്നൊക്കെ. പക്ഷെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിൽ മഴയേ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ സാറിനെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യന്റെ മനസ്സിലത്തെ എടവപ്പാതിയാണ്. ആ ഒരു മൂഡ് സ്വിംഗ് ആണ് ഈ ഫിലിമിലൂടെ കൺവേ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. The very first shot that we took for this film, ഞാനും മനീഷ മാം ഒരുമിച്ചായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ ലെനിൻ സാറിന്റെ ഫിലിമിലുള്ള ആദ്യത്തെ ഷോട്ട് എന്നുള്ളത് പിന്നെ ഇത്രയും സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ഒരാളുടെ കൂടെ വർക്ക് ചെയ്യുക, ബിക്കോസ് ഷീ ഈസ് വെരി എക്സ്പീരിയൻസ്ഡ് ആൻഡ് വെരി മച്ച് ഓഫ് എ സീനിയർ ഇൻ ദി ഇൻഡസ്ട്രി. സോ അങ്ങനെയുള്ള ഒരാളുടെ കൂടെ വർക്ക് ചെയ്യാൻ നിൽക്കുമ്പോൾ ഐ വാസ് റിയലി നെർവസ്. നമ്മൾ കാരണം ഡിലേ വരരുത്, നമ്മൾ കാരണം ഒരു പ്രോബ്ലം ഉണ്ടാവരുത് എന്നുണ്ടായിരുന്നു. സംസാരിക്കാനും ഒക്കെ എങ്ങനെയാണ് എന്നൊക്കെയുള്ള ഐ വാസ് റിയലി നെർവസ് അബൌട്ട് ഇറ്റ്. പക്ഷെ കുറച്ച് ദിവസം കഴിഞ്ഞ് ബിക്കോസ് ദ ഫിലിം ടുക്ക് റിയലി ലോങ്, കുറെ കാലം കൊണ്ട് ഐ തിങ്ക് ഓൾ ഓഫ് us became like family. ഡെയിലി കണ്ട് മാസങ്ങൾക്ക് ശേഷം വർഷങ്ങൾക്ക് ശേഷമൊക്കെ പിന്നെയും കണ്ടിട്ട് ആ ഒരു ക്ലോസ്നെസ്സും അടുപ്പവും എന്തായാലും വന്നു. സോ ടുവേർഡ്സ് ദി എൻഡ് ഷൂട്ട് കഴിയാറായപ്പോഴത്തേക്കും വി ഹാഡ് എ ലോട്ട് ഓഫ് ഡാൻസ് സീക്വൻസസ് ടുഗെദർ. 2 സോങ്സ് ഉണ്ടായിരുന്നു, അമ്മ മകൾക്ക് പഠിപ്പിക്കുന്ന പോലത്തെ ഡാൻസ് സീക്വൻസസ് ആയിരുന്നു. സോ കഴിഞ്ഞപ്പോഴത്തേക്കും മാമിൻ്റെ അടുത്ത് പറഞ്ഞു, ഉത്ര യു ആർ എ റിയലി ഗുഡ് ഡാൻസർ, പഠിക്കുന്നുണ്ടോ എവിടെയെങ്കിലും എന്ന് ചോദിച്ചു. പിന്നെ പഠിക്കുന്നുണ്ട്, ഞാനൊരു തിയററ്റിക്കൽ കോഴ്സ് ചെയ്തു, BFA ഭരതനാട്യം പത്മസുബ്രഹ്മണ്യത്തിൻ്റെ അടുത്ത്. അത് കഴിഞ്ഞിപ്പോൾ ക്ലാസ് എടുക്കുന്നുണ്ട്. എനിക്ക് മുംബൈയിൽ എൻ്റേതായിട്ടൊരു ഡാൻസ് സ്കൂൾ ഉണ്ടെന്നു. ഷീ വാസ് റിയലി ഷോക്ക്. ഷീസ് ലൈക്ക് കണ്ട അത്രയൊന്നും തോന്നില്ലല്ലോ പഠിപ്പിക്കുന്നുണ്ട് എന്നൊക്കെ. സോ ഐ എം റിയലി പ്രൗഡ് ഓഫ് യു, യു really good at this എന്നൊക്കെ പറഞ്ഞു. So that compliment really boosted me. It was really nice. ഒരുപാട് മുഖങ്ങൾക്കിടയിൽ ഒരു മുഖം ഓർത്തെടുക്കാൻ എനിക്ക് പശ്യതി ദേശേ ദേശേ രഹസി ഭവന്തം. She is a very strong person. ഇത്രയും വലിയൊരു അസുഖം വന്നിട്ടും she was never down. She was very confident and she came back with all her strength. അതും ഈ ഫിലിമിൽ തന്നെ ഈ ഗ്യാപ്പിന് ശേഷം ഞാൻ 2 സ്റ്റേജസും കണ്ടു, ബിഫോർ ഷീ ഫെൽ ഇൽ ആൻഡ് ആഫ്റ്റർ ഷീ റിക്കവേർഡ്. സോ ആ 2 സ്റ്റേജിലും ഷീ വാസ് കംപ്ലീറ്റ്ലി ദ സെയിം ആൻഡ് ഐ തിങ്ക് ഷീ വാസ് ഈവൻ മോർ കോൺഫിഡൻറ്റ് ദ സെക്കൻഡ് ടൈം. സോ I was really proud of the way she overcome it. സിദ്ധാർത്ഥിൻ്റെ കൂടെ വർക്ക് ചെയ്യണത് ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ്. എനിക്ക് തോന്നുന്നു ഈ ഫിലിമിൽ എല്ലാവരും വളരെ സീരിയസ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. എല്ലാവരും ഫിലിമിനെ വളരെ സീരിയസ് ആയിട്ട് കാണുന്നവരായിരുന്നു. ലെനിൻ സാറായാലും മധു അമ്പാട്ടായാലും ഹരി നായർ സാറായാലും നമുക്ക് അവരോടൊക്കെ എന്ത് സംസാരിക്കണം എന്ന് പോലും നമ്മൾ ആലോചിച്ച് തിങ്ക് ചെയ്ത് ചെയ്യുന്ന പോലത്തെ ആൾക്കാരായിരുന്നു. അതിൻ്റെ ഇടയിൽ എല്ലാം ഒന്ന് നോർമൽ ആക്കിയ ഒരു ഫൺ രീതിയിൽ കൊണ്ടുവരാൻ ആകെ ഉണ്ടായിരുന്നത് സിദ്ധാർത്ഥായിരുന്നു. നമ്മൾ വളരെ സീരിയസ് ആയിട്ടൊരു സീനിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും സിദ്ധാർത്ഥ് എന്തെങ്കിലും തമാശ പറയുമ്പോൾ എപ്പോഴും ഹി വാസ് എ പേഴ്സൺ ഹു മെയ്ഡ് എവറിത്തിങ് വെരി ഈസി ഫോർ എവറിബഡി. ഹി വാസ് വെരി ഫ്രണ്ട്ലി ഓൺ ദ സെറ്റ് ആൻഡ് ഹി വാസ് എ ലോട്ട് ഓഫ് ഫൺ ടു വർക്ക് വിത്ത്. സോ ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ്. പൊതുവേ ചേച്ചിയും ചേട്ടനും ഒന്നിലും അങ്ങനെ ഇടപെടാറില്ല. എല്ലാം നമ്മളിങ്ങനെ എല്ലാം പ്ലാൻ ചെയ്തു എന്ന് തന്നെ ചെന്ന് പറയുമ്പം അത് അതിൻ്റെ സപ്പോർട്ടെല്ലാം ഉണ്ടാവാറുണ്ട്. അല്ലാണ്ട് അങ്ങനെ ഇങ്ങനെ ചെയ്യുമോ അങ്ങനെ ചെയ്യുമോ എന്നുള്ള ഒരു സജഷൻസും സത്യം പറഞ്ഞാൽ തരാറില്ല. എനിക്ക് തോന്നുന്നു പൊതുവേ ഞങ്ങളുടെ ഫാമിലിയിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ ഇൻഡിപെൻഡൻ്റ് ആണ്.
ബേസിക്കലി ഒരു ഫിലിം ഫാമിലിയിൽ ജനിച്ചു വളർന്നുകൊണ്ട് സിനിമ വാസ് സംതിങ് നോട്ട് സോ ന്യൂ ടു മീ. പക്ഷെ ഞാൻ സത്യമായിട്ട് ഒരു ഷൂട്ടിംഗ് പോലും ആദ്യമായിട്ട് കാണുന്നതോ എക്സ്പീരിയൻസ് ചെയ്യുന്നതോ എൻ്റെ ഓൺ എക്സ്പീരിയൻസിൽ തന്നെയാണ്. ഐ വാസ് വെരി ഷൈ ആൻഡ് ഐ വാസ് ടു മച്ച് ഓഫ് എൻ ഇൻട്രോവേർട്ട് ആസ് എ കിഡ്. സോ അതുകൊണ്ട് ഒട്ടും അങ്ങനെ ഒരു പബ്ലിക് സ്ഥലങ്ങളിലൊന്നും ഞാൻ പോകാറില്ലായിരുന്നു. അമ്മയുടെ കൂടെ ഒന്നും ഷൂട്ടിന് പോയിട്ടില്ല. സോ എല്ലാം നമ്മൾ സ്വന്തമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് ശരിക്കും നമ്മളത് മനസ്സിലാക്കുന്നത്. പക്ഷെ എന്നാലും അമ്മയും ചേച്ചിയും ബിജുവേട്ടനും എല്ലാവരും ഫാമിലിയിലുള്ളതുകൊണ്ട് എപ്പോഴും സിനിമയെക്കുറിച്ചുള്ള കാര്യങ്ങൾ കേൾക്കാറുണ്ട്. അങ്ങനത്തെ കാര്യങ്ങൾ കേട്ട് വളർന്നുകൊണ്ട് എനിക്ക് എപ്പോഴും സിനിമയോടൊരു ആഗ്രഹം വന്നത് അവർ കാരണമായിരിക്കും എന്ന് തോന്നുന്നു. അങ്ങനെ ചൂസ് ചെയ്യാൻ ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട് ബിക്കോസ് അമ്മയായാലും ചേച്ചിയായാലും എൻ്റെ സ്വന്തം ഫാമിലിയിലുള്ള ആൾക്കാർ തന്നെയാണ്. അപ്പം അങ്ങനെ വൺ ബൈ വൺ ചൂസ് ചെയ്യാൻ വളരെ ഡിഫിക്കൾട്ടാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ചേച്ചി എന്ന് എന്താണോ അത് അമ്മ കാരണമാണ്. സോ ഒബ്വിയസ്ലി ദാറ്റ്സ് വെയർ ഇറ്റ് ഓൾ കംസ് ഫ്രം. എനിക്ക് തോന്നുന്നു ടാലൻറ്റിൻ്റെ എന്തെങ്കിലും ഒരു തുടക്കം അല്ലെങ്കിൽ സിനിമയിലേക്കൊരു തുടക്കം എല്ലാം ഞങ്ങളുടെ ഫാമിലിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അമ്മ തന്നെയാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ അപ്പൂപ്പനാണ്. മൈ ഗ്രാൻഡ് ഫാദർ വാസ് വെരി ടാലന്റഡ്, നല്ല ആർട്ടിസ്റ്റ് ആയിരുന്നു. ഞങ്ങളുടെ ഫാമിലിയിൽ ഏറ്റവും കൂടുതൽ ശരിക്കും ആർട്സിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരാൾ അപ്പൂപ്പനായിരുന്നു. അപ്പം അവിടുന്നാണ് അമ്മയ്ക്കായാലും ഈ ടാലന്റ് വന്നത്. അമ്മ ഫിലിമിലേക്ക് വന്നപ്പോഴും ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് അപ്പൂപ്പനായിരുന്നു. അപ്പം ദാറ്റ്സ് വെയർ ഇറ്റ് കംസ് ഫ്രം. ഐ റിയലി ഹോപ്പ് അങ്ങനെ ഒരു ചാൻസ് വരട്ടെ എന്ന്. ഐ വിൽ ബി റിയലി ഹാപ്പി, റിയലി എക്സൈറ്റഡ്. എപ്പോഴും അമ്മയുടെ കൂടെ ആയാലും ചേച്ചിയുടെ കൂടെ ആയാലും ബിജുവേട്ടൻ്റെ കൂടെ ആയാലും എല്ലാവരും നമ്മുടെ ഫാമിലിയിലുള്ള ഒരാളായതുകൊണ്ട് എനിക്ക് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ട് തോന്നും എന്ന് എനിക്ക് തോന്നില്ല. ഇറ്റ് വിൽ ബി മോർ ഈസി ബിക്കോസ് നമ്മളെപ്പോഴും വീട്ടിൽ കാണുന്ന ആൾക്കാരായതുകൊണ്ട് ആ ഒരു വേവ് ലെങ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉള്ളതുകൊണ്ട് ഇറ്റ് വിൽ ബി റിയലി ഈസി. ബട്ട് ബിജുവേട്ടൻ്റെ കൂടെ അങ്ങനെ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ ഐ വിൽ ബി ദ മോസ്റ്റ് ഹാപ്പിയസ്റ്റ് പേഴ്സൺ. ഡാൻസ് വാസ് ബേസിക്കലി ദേ. ഞാൻ അങ്ങനെ കുട്ടിക്കാലത്ത് സത്യം പറഞ്ഞാൽ വലിയ ഡാൻസർ ആയിരുന്നില്ല. പക്ഷെ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴായിരുന്നു, ചെന്നൈയിലായിരുന്നു പഠിച്ചിരുന്നത്. വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ചെയ്തുകൊണ്ടിരുന്നപ്പം ഡാൻസ് കുറച്ചുകൂടി സീരിയസ് ആയിട്ട് എടുക്കണം എന്ന് തോന്നി. ദാക്ഷായണി രാമചന്ദ്രൻ്റെ അടുത്താണ് പഠിച്ചുകൊണ്ടിരുന്നത്. പിന്നെ BFA ഭരതനാട്യം കോഴ്സ് ചെയ്തു. പിന്നെ ഫെസ്റ്റിവൽസിനൊക്കെ പോയി തുടങ്ങി, നാട്യാഞ്ജലീസിലൊക്കെ പെർഫോം ചെയ്തു. അങ്ങനെയൊക്കെയാണ് ഡാൻസ് ഒരു സീരിയസ് പ്രൊഫഷനായിട്ട് എടുക്കാൻ തുടങ്ങിയത്. ആൽബം സംബന്ധിച്ചിടത്തോളം അതെങ്ങനെയാ വന്നതെന്ന് എനിക്കറിയില്ല. ഡയറക്ഷനും താല്പര്യം ഉണ്ടായിരുന്നു, പാട്ട് കുട്ടിക്കാലത്ത് പാടുമായിരുന്നു. പക്ഷെ ഈ പറഞ്ഞ ഒരിക്കലും ഞാനൊരു പ്രൊഫഷണൽ സിംഗർ അല്ല. എന്നോട് പാടാൻ പറഞ്ഞ പോലും എനിക്കിപ്പോഴും ഭയങ്കര പേടിയാണ്. പക്ഷെ എന്തൊക്കെയോ അതങ്ങനെ ഒരു പ്ലാനിങ് നമ്മളെല്ലാവരും കൂടെ ചെയ്തു. പ്രമോദ് പപ്പൻ സാറാണ് അതിൻ്റെ ക്യാമറ വർക്ക് ചെയ്തത്. സോ അവരും ഇങ്ങനൊരു ഐഡിയ പറഞ്ഞു. ഇങ്ങനൊരു സ്റ്റോറി ലൈൻ എനിക്കുണ്ടായിരുന്നു ഈ സോങ്ങിൽ കൂടെ, ഒരു അടിപൊളി സോങ് എന്നിട്ടൊരു ഇമോഷണൽ കണ്ടന്റ് കൊണ്ടുവന്നിട്ട് അവസാനിപ്പിക്കുന്ന പോലെ. അപ്പം എല്ലാവരും കൂടെ അത് പ്ലാൻ ചെയ്തു, അങ്ങനൊരു പ്രോജക്റ്റ് ഉണ്ടായി.